അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മള് ശ്രീഗന്ധ പാലസിലായിരുന്നു സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നത്. ഞാൻ നിങ്ങൾക്ക് എന്റെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മൾ നിന്നിരുന്ന ഹോട്ടല്. ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അടിപൊളി വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നിങ്ങളൊക്കെ ഈ വഴി കൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു മാർക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ ഈ റെസ്റ്റോറൻറ്റിന്. അപ്പോൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ കിട്ടിയിട്ടോ. അതിൽ നമുക്ക് ഉണ്ടായിരുന്നത് നല്ലൊരു സോഫ്റ്റ് ഇഡ്ഡലി, പിന്നെ ഉണ്ടായിരുന്നത് കേസരി, പിന്നെ നല്ല ജ്യൂസി പോലത്തെ ഉപ്പുമാവ്, കിച്ചടി പോലത്തെ ഒരു ഉപ്പുമാവ്, പിന്നെ ഉണ്ടായിരുന്നത് വട. ഇത്ര ഐറ്റംസാണ് നമ്മുടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. ശരിക്കും ഒരു കർണാടക ഫുഡ് ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഗീൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട്. വീഡിയോ എടുക്കത്തിരി ലേറ്റായി പോയി, വിശന്നിട്ട് വേഗം ചാടിക്കറി ഫുഡ് കഴിച്ചതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്രയിൽ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ വണ്ടി ഫുൾ ചാർജ് ആയിട്ടുണ്ട്. ഇപ്പൊ 100% ഉണ്ട്. ഈ 100% വെച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിൽ പോണത്. നമ്മൾ എവിടേക്കാണ് നെക്സ്റ്റ് പോണ്? ചാർജിംഗ് സ്റ്റേഷൻ പ്ലേസ് പറയും. ഹംപി ടച്ച് ചെയ്യണ്ടോ? നമ്മൾ ഹംപി ടച്ച് ചെയ്തിട്ട് ഒരു 100 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് ഇനി പോണത്. അവിടെ നെക്സ്റ്റ് ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ചാർജ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകാം. ഇനി ഒരു 4 ഫാസ്റ്റ് ചാർജ് നമുക്ക് പറ്റും. സ്ലോ ചാർജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ചാർജ് എത്ര ഉണ്ട് എന്നുള്ളത്. 100% ചാർജ് ഉണ്ട് കേട്ടോ, നിങ്ങൾ കാണുന്നുണ്ടാവും. സമയം 8:25 ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ ഈ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ പോണ വഴി. ഇന്ന് നമുക്കൊരു 3 hour യാത്ര ഉണ്ട് കേട്ടോ. 3 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ എത്തും. അപ്പം ഇനി അവിടെ എത്തിയിട്ട് പോണ വഴിക്ക് എന്തെങ്കിലും നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ശരി. നമ്മൾ ഈ ഹംപിയിലേക്ക് പോണ വഴി ഫുള്ള് ഇങ്ങനെ കുറേ കാറ്റാടികൾ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. വൈദ്യുതി ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ചിലത് കറങ്ങുന്നുണ്ട്, കറങ്ങണില്ല. കാറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കത് കറങ്ങുമ്പോൾ മനസ്സിലാവും. നല്ലൊരു നാഷണൽ ഹൈവേ ആണിത്. ഇത് ഏതാ? NH50യോ? NH48, NH50യിലൂടെയാണ് നമ്മൾ കടന്നു പോണത്. 75 കിലോമീറ്റർ ഓടി. ശ്യാമത അവിടെ പഴയ പോലെ വീണ്ടും ഉറക്കം തൂങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്. എത്ര ഓടിച്ചാലും ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുക ഉറക്കം തൂങ്ങിയിട്ടാണ് ഡ്രൈവ് ചെയ്യണല്ല. ഈ മനുഷ്യൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, കൂളായിട്ട് ഇങ്ങനെ ഇരിക്കും. അത്യാവശ്യം റെസ്റ്റ് ചെയ്തിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ബോറിങ്ങും കാര്യങ്ങളൊന്നുമില്ല. സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. മറ്റേത് ഉറക്കം തൂങ്ങി ഓടിക്കേണ്ടി വരും. അപ്പം നമ്മളടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാനുള്ളതിലാണ്. നല്ല വെയിലുണ്ട് കേട്ടോ റോഡിലൊക്കെ. കാറിൽ പോകണോണ്ട് വല്ലാണ്ട് അറിയുന്നില്ല, AC ഒക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട്. അടുത്ത ചാർജിങ് സ്റ്റേഷനിലേക്ക് 124 കിലോമീറ്റേഴ്സ് ഉണ്ട്. നമ്മളപ്പോ നല്ലൊരു സ്ഥലം കണ്ടപ്പോ നിർത്തിയതാണ് കേട്ടോ. കുറെ ഇങ്ങനെ യാത്ര ചെയ്തപ്പോ ഉണ്ട് കുറെ മഞ്ഞ് മൂടിക്കിടന്ന പോലത്തെ ഒരു സ്ഥലം. അങ്ങനെ അത് അടുത്ത് വെച്ച് നോക്കിയപ്പോഴാണ് തുംഗഭദ്ര റിസർവോയർ ആണ് നമ്മൾ മാപ്പിൽ അടിച്ചപ്പോൾ. അപ്പൊ ഇതിന്റെ സ്പെഷ്യാലിറ്റി ഒക്കെ നിങ്ങളൊക്കെ അറിയാലോ, ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഡാമും കൂടിയാണിത്. അപ്പോൾ ഞാനിതിന്റെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഒരു 50 കിലോമീറ്റേഴ്സ് ഉള്ളൂ നെക്സ്റ്റ് ചാർജിങ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഞാൻ ആ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഭയങ്കര ലാർജസ്റ്റ് ആണിത്. ശരിക്കും നമുക്കൊരു കടല് പോലെ തോന്നി കേട്ടോ. ആൾക്കാരൊക്കെ അവിടെ പതിന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. വഞ്ചികളൊക്കെ ഉണ്ട് അവിടെ. ഇതാണ് അതിൻ്റെ മുകളിലൊക്കെ കണ്ടോ, വൈദ്യുതിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. 50 കിലോമീറ്റർ ഡെസ്റ്റിനേഷൻസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തുരങ്കം ഉണ്ട് കേട്ടോ. ഈ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ വേണം പോവാൻ. ഇതൊക്കെ നമ്മുടെ പോണ വഴിയാണ്. ഇതൊരു ഡ്രൈ ഏരിയ പോലെ ഉണ്ട്. ഇതൊരു വെറ്റ് ഏരിയ ആയിട്ട് എനിക്ക് തോന്നണില്ല. ഒരു ഡ്രൈ ആയിട്ടാണ് എല്ലാ സ്ഥലങ്ങളും. മരങ്ങളൊക്കെ ഇങ്ങനെ
ഉണ്ട്. ഇതാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്തു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, വഴിയെല്ലാം നല്ല തന്നെയാണ്. പറ്റിയില്ല. നമ്മളെ സ്റ്റേ ശരിക്കും ഇന്നലെ അമ്പിയിലെത്തണ്ട, അപ്പോൾ ഈ സ്ലോ ചാർജ് കാരണം എത്തിയില്ല. അപ്പോൾ സ്ലോ ചാർജിൻ്റെ ലൊക്കേഷൻ ഞങ്ങൾ വീഡിയോയിലിടാം. പിന്നെ അടുത്ത സ്ലോ ചാർജർ ഉണ്ട്. അപ്പോൾ ഈ വഴി നമ്മൾ പോകുമ്പോൾ സ്ലോ ചാർജേഴ്സ് കുറേ കിട്ടും. ടൈപ്പ് 2 ചാർജേഴ്സ് കുറേ എണ്ണം കിട്ടും. അത് നമ്മുടെ ആ ഒരു മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ എവിടെയൊക്കെ ഉള്ളതെന്ന്. നിങ്ങൾ അതിനു വേണ്ടി ഗൂഗിളൊന്നും ചെയ്യണ്ട. ഒരു എന്താ മാപ്പിന്റെ പേര്? ഒന്ന് MGയുടെ ആപ്പ്, MGയുടെ ഒരു ആപ്പ് ഉണ്ട്, അത് യൂസ് ചെയ്താൽ മതി. MGയുടെ ആപ്പ് ആകുമ്പോൾ കുറച്ച് കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ളത് കിട്ടും. MGയുടെ ആപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ ഉപയോഗിച്ചിട്ട് നമ്മൾ ഏത് വഴി പോയാലും നമുക്ക് ചാർജിങ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് മനസ്സിലാവും. നമുക്കൊക്കെ നല്ല ടാൻ വന്നിട്ടുണ്ട് കേട്ടോ വെയിലടിച്ചിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ നല്ല ചോറും മീൻകറിയൊക്കെ കൂടി കഴിക്കാൻ തോന്നുന്നു. നാട്ടിൽ നിന്ന് വിട്ടതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. ഇനി പോയി കഴിഞ്ഞാൽ നാന്, റൈസ്, പുലാവ് ഇതൊക്കെ തന്നെയാണ്. പിന്നെ വീട്ടിൽ കുക്ക് ചെയ്യാം കേട്ടോ. എത്തിയിട്ട് ഫ്ലാറ്റൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യാനുണ്ട്. ആകെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതാക്കണം. ഡാം നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതിന്റെ ഡാമാണ് അവിടെ കാണുന്നത്. അപ്പൊ നമ്മള് കർണാടകയിൽ നിന്ന് കോപ്പൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വണ്ടി ചാർജിന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന പാടെ നമുക്ക് പണി കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. കറണ്ട് ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ അതിന്ന് ഇലക്ട്രിസിറ്റി പാസ്സാവില്ലല്ലോ ചാർജിങ്ങിന്. അപ്പോൾ നമ്മൾക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ, അങ്ങനെ അബദ്ധങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം അടുത്ത പ്രാവശ്യം നമ്മൾ ക്ലിയർ ചെയ്ത് പോകും. ചാർജ് ഒരു ഓൾമോസ്റ്റ് 30 ബിലോ പോകാൻ വേണ്ടി സമ്മതിക്കരുത്. അതിൻ്റെ മുന്നേ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ചാർജ് ചെയ്തിട്ട് പോകണം. കാരണം എല്ലാ ചാർജിങ് സ്റ്റേഷനും മാപ്പിൽ വർക്കിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുമെങ്കിലും ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്കൊരു പണി ഒരു അൺഅവൈലബിൾ എന്ന് പറഞ്ഞ് കാണിക്കും. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് ചാർജിങ്ങിൻ്റെ കേടല്ല, ആ ഒരു മെഷീൻ്റെ കംപ്ലൈൻ്റ് അല്ല. കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അത് വർക്കാവില്ല, അതാണ് ഇഷ്യൂ. അപ്പോൾ ഇതൊരു ഉള്ളേരിയ പോലത്തെ സ്ഥലമായതുകൊണ്ട് തന്നെ വലിയ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊന്നും ഈ ഒരു ഏരിയയിൽ ഇല്ല, കോപ്പൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് പോയാൽ എപ്പോഴാണ് വരിക എന്ന് ആർക്കും അറിയില്ല. ഇവിടെ ഉള്ളവർക്ക് കറണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഒരുപോലെ. നമ്മുടെയൊക്കെ നാട്ടിൽ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ KSEB വിളിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് അസിസ്റ്റ് ചെയ്യും. ഇവിടെ പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ, അവർക്ക് ആർക്കും അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഭാഗ്യത്തിന് ഞങ്ങൾ കറണ്ട് വന്ന് ചാർജ് ചെയ്യാൻ പറ്റി. ഒരു 90% നമ്മൾ ചാർജ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അടുത്തത് പോകുമ്പോൾ 20%ന്റെ ബില്ല് എന്തായാലും വരത്തില്ല. 30%ന്റെ ബില്ല് എന്തായാലും വരത്തില്ല. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചാർജിങ് സ്റ്റേഷൻ നോക്കി ചാർജ് ചെയ്തിട്ടേ പോവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളത് പോലെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ കുറച്ച് ടൈം വേസ്റ്റായി. ഇവിടെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്കിതാണ് തോന്നിയിട്ടുള്ളത്. കാരണം മാപ്പിൽ അവൈലബിൾ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ പോകുമ്പോൾ അൺഅവൈലബിൾ എന്ന് പറഞ്ഞ് കാണിക്കും. അത് ഇലക്ട്രിസിറ്റിയുടെ ഒരു ഇഷ്യൂ കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അത് നെഗറ്റീവാണ്. പിന്നെ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻറ്റോടുകൂടി പോകാൻ വേറെ ഇഷ്യൂ ഒന്നുമില്ല. നമ്മുടെ ടാറ്റ ഇവിടെ കംപ്ലയിൻറ്റ് സെല്ലുണ്ട്. ആ കംപ്ലയിൻറ്റ് സെല്ല് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർ അസിസ്റ്റൻസ് തരും. അതായത് നമ്മുടെ വണ്ടി നെക്സ്റ്റ് ചാർജിങ് സ്റ്റേഷനിലേക്ക് പോകാൻ ഉള്ള ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് ഡീലർ വന്നിട്ട് നമ്മുടെ വണ്ടി എടുത്തു കൊണ്ടുപോകും. നമ്മളെയും കൊണ്ടുപോയിട്ട് നെക്സ്റ്റ് വർക്കിംഗ് ചാർജ് എവിടെയുള്ള വെച്ചാൽ അവിടെ കൊണ്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ അതും ടൈം കൺസ്യൂമിങ് ആണ്. എപ്പോഴാണ് വരിക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ വരേണ്ടി വന്നില്ല. ഇത്തവണ ചാർജ് ഓക്കെ ആയി. അവർ തിരിച്ചു വിളിച്ചു, റിട്ടേൺ വിളിച്ചു. ഒരു 10-15 മിനിറ്റിന്റെ മുന്നിൽ നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ അവർ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞ് ചാർജിങ് ഓക്കെ ആയിരുന്നു അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ അസിസ്റ്റൻസ് ഒക്കെ കിട്ടും. നിങ്ങൾ കുടുങ്ങി പോകും, അങ്ങനെയൊന്നും പേടിക്കണ്ട. എല്ലാറ്റിനും വഴിയുണ്ട്. ഒന്നും കാണാണ്ട് EV വണ്ടി ഇറക്കില്ലല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത ചാർജിങ് സ്റ്റേഷനിൽ നമുക്ക് പോവാം. ഈ ചാർജിങ് സ്റ്റേഷനിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അയ്യോ ഇനി അടുത്തത് എന്ത് ചെയ്യുന്നുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനിൽ നിന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ മൂടുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ സക്സസ്ഫുള്ളി ചെയ്തു. ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ ചാർജിങ് സ്റ്റേഷൻ വെച്ച് അങ്ങനെയാണ് ഡെസ്റ്റിനേഷൻ മാപ്പ് ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മള് കർണാടകയിൽ നിന്ന് ഒരു അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മളൊരു ചാർജിങ് സ്റ്റേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ വോൾട്ടേജിന്റെ ഒരു ഇഷ്യൂ കാരണം നമുക്ക് അവിടെ ചാർജ് ചെയ്യാൻ പറ്റിയില്ല.
ഇതൊക്കെ ചാർജിങ്ങിന്റെ ഒരു നെഗറ്റീവ് ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ മഹാരാഷ്ട്ര സോലാപൂർക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ടാറ്റയുടെ ചാർജിങ് ഉണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പൊ 10% ചാർജ് ആയിട്ടുണ്ട്. അവിടെ ചാർജിങ് വർക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഗ്ലിഡേക്ക് പോകേണ്ടി വരും. അവിടെയാണ് പിന്നെ നെക്സ്റ്റ് ചാർജിങ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഇനി എത്താൻ ഒരു 3 കിലോമീറ്ററും കൂടി ഉള്ളൂ കേട്ടോ. അപ്പം മഹാരാഷ്ട്രയ്ക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചാർജിങ്ങിന്റെ വണ്ടിയിൽ ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ കാണിച്ചു തരാം. ഹോട്ടൽ ആൻഡ് റെസിഡൻസി ഒരു വലിയൊരു ഹോട്ടലിന്റെ ഫ്രണ്ടിലായിരുന്നു ആ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. അത് വർക്കിംഗ് ആവും, പക്ഷെ നമ്മൾ 9 മണി വരെ ആ വോൾട്ടേജ് ഇതിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ 9 മണിയാകുമ്പോൾ നമ്മുടെ യാത്ര മുടങ്ങും. അപ്പോ നെക്സ്റ്റ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ പറയും. പറയ്, ഇതൊക്കെ ഞാൻ കേട്ടോ, എഡിറ്റില്ല കട്ടിയില്ല. പറയും ലാസ്റ്റ് നമ്മള് കോപ്പറിന്ന് വരുന്ന വഴിക്ക് 2-3 മുദ്ര കാണിക്കണ്ട. കോപ്പറിന്ന് വരുന്ന വഴിക്ക് 2-3 ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പം നിങ്ങളൊരു 50-40% ആകുമ്പോൾ ചാർജ് ചെയ്യാൻ നോക്കാം. ഞങ്ങള് 25% ആകുമ്പോൾ ഒരു ചാർജിങ് സ്റ്റേഷനിൽ എത്തി. പക്ഷെ അതും വർക്ക് ചെയ്തില്ല മുന്നത്തെ പോലെ തന്നെ. അപ്പോൾ ഒരു 40-35 എത്തുമ്പോൾ തന്നെ ചാർജിങ് സ്റ്റേഷനിൽ എത്തുന്ന രീതിയിൽ ട്രിപ്പ്. ആദ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് 25 എന്നാട്ടെ പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ വീണ്ടും തീരുമാനം മാറ്റി 40യുടെ ഇടയിലൊക്കെ നിങ്ങൾ ചാർജ് ചെയ്യാൻ നോക്കണം. ചിലപ്പോ ചില ചാർജിങ് സ്റ്റേഷൻ പിന്നെ 63 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത ചാർജിങ് സ്റ്റേഷൻ ഞങ്ങൾക്ക് ആകെ 25% ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങള് 15% ചാർജിൽ ടോട്ടൽ 60 കിലോമീറ്റർ വണ്ടി ഓടിച്ചു കേട്ടോ. സ്പീഡ് ഒരു 70-65 ആണ് വെച്ചത്. പിന്നെ റീജിയൻ 0-ലിട്ട് ആവശ്യമുള്ള സമയത്ത് മാത്രം റീജിയൻ ഓൺ ആക്കിയിട്ടാണ് വണ്ടി ഓടിച്ചത്. അത് 15%-ൽ 60 കിലോമീറ്റർ നമുക്ക് കിട്ടി. അതെ. അപ്പോ EV ഇനി കുറെ ഡെവലപ്പ് ആവുമ്പോ കുറെ അധികം ചാർജിങ് സ്റ്റേഷനൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആവട്ടെ. പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിലും ഈ വണ്ടി അടിപൊളിയാണ്. നമുക്ക് ഇരിക്കാനും ട്രാവൽ ചെയ്യാനും ഒക്കെ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വെറും 10% ഉള്ളൂ. രാമ മോഡ് പറഞ്ഞ മോഡുണ്ട്, അത് ഓണായി. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇനി ഒരു 2 കിലോമീറ്ററും കൂടി ഉണ്ട്. നമ്മളപ്പോ മഹാരാഷ്ട്രയ്ക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. സോലാപൂരുള്ള ടാറ്റയുടെ ചാർജറിലാണ് ഇപ്പൊ ചാർജ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ചാർജ് ചെയ്താൽ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച അപ്പൊ നമ്മൾ സോലാപൂർക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിലാണ് സോലാപൂർ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോ ഇവിടെ ചാർജിങ് ഇവിടെ ഉണ്ട്. സോലാപൂർ എൻ്റർ ചെയ്ത് കുറച്ചുണ്ട് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടാറ്റയുടെ ചാർജിങ് തന്നെ കിട്ടും. അങ്ങനെ നമ്മൾ ചാർജിന് വെച്ചിട്ടുണ്ട്. ടാറ്റയുടെ ചാർജിങ്ങിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദൂരം കൂടിയും പോവാം. നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിലേക്ക് എത്താം. അടുത്തുള്ളതിൽ ചെയ്താണ്. ഇവിടെ 2-3 ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. നോക്കിയിട്ടൊക്കെ വരാവുന്നതാണ്. നമ്മൾ നെക്സ്റ്റ് ബേഡിക്ക് പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സമയം 9 മണി കഴിഞ്ഞു. എന്നാലും കുറച്ചും കൂടി ഡ്രൈവ് ചെയ്താലേ നാളെ ഒന്നും കൂടി പീസ്ഫുൾ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 700 റുപ്പീസിന് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് സോലാപൂരുള്ള ടാറ്റയുടെ ചാർജ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നേരിട്ട് കാണുന്നതാണ് കേട്ടോ. നേരെ കാണുന്നതാണ് ഒരു മിസ്. ഇത് ഈ കാണുന്നത് ഒരു കോളേജാണ്. ഗവൺമെൻറ് ആയുർവേദ കോളേജാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അടുത്താണ് കേട്ടോ ടാറ്റയുടെ ഇതുള്ളത്, ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്. ഇവിടെ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഓരോ മരങ്ങളുടെ പേര് എഴുതിയിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ അങ്ങനെയൊക്കെ എഴുതിയിട്ടിരിക്കണമെന്ന്. അപ്പോഴാണ് അവിടുത്തെ ചേച്ചി പറഞ്ഞത് ഇതൊരു ആയുർവേദ കോളേജാണ്, ഹോസ്റ്റലൊക്കെ ഉണ്ട് ഇവിടെ അടുത്ത് നിന്ന്. അപ്പോൾ ആ മെസ്സിൽ നിന്ന് നമുക്ക് നല്ല ചേച്ചിമാരുണ്ടാക്കുന്ന ഫുഡ് കിട്ടി. മഹാരാഷ്ട്രയുടെ തനത് ടേസ്റ്റിലുള്ള കറികളും കാര്യങ്ങളൊക്കെ കിട്ടി. റൊട്ടിയായിരുന്നു കഴിച്ചിരുന്നത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഓൾ ഓവർ 300 റുപ്പീസ് ആയി. അതെങ്ങനെ വന്നതെന്ന് അറിയില്ല. എന്നാലും അത്യാവശ്യം റൊട്ടി കഴിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മഹാരാഷ്ട്ര സോലാപൂരിൽ നിന്ന് ചാർജ് ചെയ്ത് ഒരു 94% ചാർജ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് എടുക്കാൻ പോവുകയാണ് കേട്ടോ. സമയം ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. നമ്മളൊരു 2 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു. ബീഡിൽ പെർസെൻറ്റേജ് 320 കിലോമീറ്റർ ഓടുന്നതാണ് കാണിക്കുന്നത്. ബാക്കി നമ്മൾ ഓടിക്കുന്നതിൻ്റെ രീതിയിലും കാര്യങ്ങളും AC ഒക്കെ കുറച്ചൊരു ഓഫ് ചെയ്ത് നമുക്ക് കറക്റ്റ് റേഞ്ച് കിട്ടും കേട്ടോ. പിന്നെ രാത്രി തണുപ്പായതുകൊണ്ട് AC ആവശ്യമില്ല. പുറത്തെ അറ്റ്മോസ്ഫിയർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തണുത്ത എയർ കിട്ടും. അപ്പോൾ AC മാക്സിമം നമുക്ക് ഒഴിവാക്കാം. എന്തായാലും നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം കേട്ടോ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഡ്രൈവ് ചെയ്യുന്നത് ശ്യാമാണ്. നൈറ്റ് ശ്യാമ ചെയ്തോളൂ, രാവിലെ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. ശ്യാമിന് ഉറക്കം വരുന്നുണ്ടോ? ശരിക്കും ഇല്ലേ?
നമ്മൾ ഉറക്കം തോന്നിയിട്ടൊന്നും ഡ്രൈവ് ചെയ്യരുത് കേട്ടോ. പ്രത്യേകിച്ച് ലോങ് ജേർണി ആകുമ്പോൾ ഹൈവേ ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, എത്ര സേഫ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാലും. അപ്പോൾ ഇപ്പോൾ ഉറക്കം വരാത്തതുകൊണ്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യണത്.